നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് തുടർ തോൽവികൾ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. 6 കളികൾ കളിച്ചു, 5 എണ്ണത്തിനും തോറ്റു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ സ്വന്തം തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് FC-യോട് 1-3 ഗോളുകൾക്കാണ് തോറ്റ് വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. ആ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് കോച്ചായ സ്പെയിൻകാരനായ ഡേവിഡ് കറ്റാലയുടെ കാര്യം വളരെ അപകടകരമായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാര്യം ഡേവിഡ് കറ്റാലയെ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചു എന്ന് വരെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം വിശ്വസനീയമാണെന്നൊന്നും അറിയില്ല. എന്തായാലും ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഡേവിഡ് കറ്റാലയുടെ കാര്യം പോക്കാണ്, ഡേവിഡ് കറ്റാലയെ പുറത്താക്കും എന്നാണ്. 48 മണിക്കൂറിനകം, അതായത് 2 ദിവസത്തിനകം അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും, ഡേവിഡ് കറ്റാല പുറത്താക്കപ്പെടും എന്ന് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. എന്ത് തന്നെയായാലും കറ്റാല ഇപ്പോൾ 6 മത്സരം കഴിഞ്ഞു. പരമാവധി 13 മത്സരമാണ് സീസണിലുള്ളത്. അതിൽ 6 എണ്ണം കഴിഞ്ഞു. അതിൽ ആകെ ഒരു പോയിൻ്റാണ് കൊൽക്കത്തയിൽ വെച്ച് ഈസ്റ്റ് ബംഗാളുമായിട്ട് നേടിയ ഒരു സമനില. അതും ആ സമനില എന്ന് പറയുന്നതിൻ്റെ തമാശയാണ്. 90 മിനിറ്റും കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൻ്റെ അവസാന നിമിഷങ്ങളിൽ മുഹമ്മദ് അജ്സൽ നേടിയ ഒരൊറ്റ ഗോളിലാണ് 1-1 ആശ്വാസ സമനില കേരളത്തിന് കിട്ടിയത്. അങ്ങനെയാണ് ഒരു പോയിൻ്റ് കിട്ടിയത്. ആ ഒരു പോയിൻ്റാണ്. ബാക്കി 5 മത്സരങ്ങൾ തോറ്റ് തുന്നമ്പാടുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ തീരെ മോശമായിട്ടാണ് കളിച്ചത്. ഇനി 7 മത്സരങ്ങളാണുള്ളത്. അതിൽ തന്നെ എത്ര തോൽവികൾ കാത്തിരിക്കുന്നു എന്നറിയില്ല. ഇനിയിപ്പോൾ പുതിയൊരു കോച്ചിനെ 7 കളിക്കായിട്ട് കൊണ്ടുവരുമോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ 7 മത്സരങ്ങൾ മാത്രം ബാക്കിക്ക് വേണ്ടി പുതിയൊരു കോച്ചിനെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊക്കെ, പുതിയ കോച്ചിനെ പ്രഖ്യാപിക്കുമോ, ഇതൊന്നും അറിയില്ല. എന്തായാലും കറ്റാല പുറത്താക്കപ്പെടും എന്നൊരു റിപ്പോർട്ടുകളാണ്, എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുള്ള സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. കാരണം മാത്രം തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ ഡേവിഡ് കറ്റാലയുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനമെന്ന് അറിയാൻ കഴിയും.